ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന പരമ്പരയിലെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്പെയിനിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു സ്ഥലം, മനോഹരമായ ഒരു കോളേജ് ഗ്രൗണ്ട്. ഇത് മഞ്ഞുകാലമാണ്. മഞ്ഞുകാലമായതിനാൽ തന്നെ അവിടെ ക്ലാസ്സുകൾ നടക്കുന്നില്ല. അവിടെ ഒരു യുവാവ് അതിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ട്. ഈ ഇടെയാണ് അയാൾ അവിടെ എത്തിച്ചേർന്നത്. പഠിക്കുവാൻ അതീവ താല്പര്യമുള്ള, അതീവ ബുദ്ധിമാനായ ഒരു യുവാവ്. അദ്ദേഹം ജനാലയിൽ കൂടി സ്പെയിനിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് നോക്കി. പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള ഗ്രാമം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന ഒരു പുതിയ പുസ്തകമുണ്ട്, അത് വായിച്ചു തീർക്കണം. വിജ്ഞാന കൗതുകം നിറഞ്ഞു നിൽക്കുന്ന ആ യുവാവ് പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് താഴെ എന്തോ ബഹളം അയാൾ ശ്രദ്ധിച്ചത്. അയാൾ ജനലിൽ കൂടി നോക്കി. ഒരു വൃദ്ധനായ മനുഷ്യനെ കോളേജിലെ സഹായികളായ അല്ലെങ്കിൽ തൊഴിലാളികളായ ഏതാനും ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്നു. യുവാവ് വിളിച്ചു ചോദിച്ചു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവർ വിളിച്ചു പറഞ്ഞു, ഇവൻ കള്ളനാണ്, ഇവൻ്റെ കളവ് ഞങ്ങൾ കയ്യോടെ പിടികൂടിയിരിക്കുന്നു. ഈ യുവാവ് മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അയാളെ ഒന്നും ചെയ്യരുത്, ഞാൻ താഴേക്ക് വരാം. അവർ അയാളോട് ഇപ്രകാരം പറഞ്ഞു, അങ്ങ് താഴേക്ക് വരേണ്ടതില്ല, കാരണം ഇപ്പോൾ ഇവിടെ വലിയ തണുപ്പ് അനുഭവപ്പെടുന്ന സമയമാണ്. അതിനാൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് തന്നെ അപകടമാണ്. എന്നാൽ ആ യുവാവ് അതൊന്നും ശ്രദ്ധിക്കാതെ താഴേക്ക് ഓടിച്ചെന്നു. അപ്പോഴേക്കും താഴെ വീണ ആ വൃദ്ധൻ്റെ ശരീരത്തിൽ നിന്നും ചോരയൊഴുകുന്നുണ്ടായിരുന്നു. ഈ യുവാവ് മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു, ഇനി ഇയാളെ ഉപദ്രവിക്കരുത്. അയാളുടെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ 2-3 വിറക് കഷ്ണങ്ങളും ഒരു പാക്കറ്റ് റൊട്ടിയും അവിടെ ചിതറിക്കിടക്കുന്നു. അയാൾ ആ മനുഷ്യനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പേടിക്കേണ്ട, താങ്കൾ എൻ്റെ കൂടെ വരൂ. അയാളെ ഈ യുവാവ് താങ്ങിയെടുത്ത് തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. അയാൾ വളരെയേറെ പരിഭ്രമത്തിലായിരുന്നു. അവിടെയുള്ള ഒരൊറ്റ കസേര അദ്ദേഹത്തിനായി നീക്കിവെച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഭയപ്പെടേണ്ട, താങ്കൾ ഇവിടെ ഇരിക്കൂ. എന്നിട്ട് അയാളുടെ മുറിയിലുണ്ടായിരുന്ന അല്പം സൂപ്പ് അയാൾ ചൂടാക്കി. സൂപ്പിൻ്റെ മണം മുറിയാകെ പരന്നു. ചൂടായ സൂപ്പും അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ടായിരുന്ന ഏതാനും റൊട്ടിക്കഷ്ണങ്ങളും അയാൾ ആ വൃദ്ധൻ്റെ മുന്നിൽ വച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, പേടിക്കേണ്ട, താങ്കൾ ഇത് എത്ര സമയം വേണമെങ്കിലും ഉപയോഗിച്ച് ഇത് ഭക്ഷിക്കുക. താങ്കൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ സമാധാനം നിറഞ്ഞ അയാളുടെ കണ്ണുകളിൽ നോക്കി ഈ യുവാവിരിക്കുകയും പിന്നീട് അയാളെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു. അയാൾ തൻ്റെ ദൈന്യത നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ഈ യുവാവിനോട് വിവരിച്ചു. അടുത്തുള്ള ഗ്രാമപ്രദേശത്തിൽ നിന്നാണ് ഇയാൾ വരുന്നത്. യുദ്ധത്തിൽ അയാളുടെ ഏക മകനും ഭാര്യയും കൊല്ലപ്പെട്ടു. അവരുടെ 5 മക്കൾ, ഈ വൃദ്ധനായ മനുഷ്യൻ്റെ കൊച്ചുമക്കൾ, ഈ തണുപ്പ് കാലത്ത് യാതൊന്നും കഴിക്കാനില്ലാതെ വിശന്ന് മരണത്തോട് മല്ലിടുകയാണ്. അവർക്ക് ചൂട് മാറ്റാൻ ഒരു ചെറിയ വിറക് കഷ്ണം പോലുമില്ല. അതുകൊണ്ടാണ് അയാൾ ഇവിടെ വന്ന് ഈ വിറക് കഷ്ണങ്ങളും അപ്പക്കഷ്ണങ്ങളും മോഷ്ടിച്ചത്. ആ മനുഷ്യനോട് ഈ യുവാവിന് വളരെയേറെ സഹതാപം തോന്നി. അയാൾ അവിടെയുണ്ടായിരുന്ന ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും അതുപോലെ തന്നെ സൂപ്പും ഒരു കുപ്പിയിലാക്കി ഈ യുവാവിനുണ്ടായിരുന്ന ഏക കോട്ടെടുത്ത് അതിൽ പൊതിഞ്ഞ് അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താഴെ അടുക്കളയിൽ എൻ്റെ ഒരു സുഹൃത്താണ് ജോലി ചെയ്യുന്നത്, അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്കെടുക്കാം. ഇനി താങ്കൾ തനിയെ പോകേണ്ടതില്ല, കാരണം ഈ കോട്ട് കണ്ടാൽ
അത് താങ്കൾ മോഷ്ടിച്ചതാണ് എന്ന ചിന്തയാൽ അവർ താങ്കളെ വീണ്ടും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അയാൾ ഈ വൃദ്ധൻ്റെ ഗ്രാമത്തിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തിന് വളരെയേറെ ഹൃദയഭേദകമായിരുന്നു. തകർന്നു കിടക്കുന്ന അനേകം കുടിലുകൾ, അവിടെയെല്ലാം വേദന അനുഭവിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ. അന്ന് തിരിച്ചെത്തി രാത്രിയിൽ കിടന്നുറങ്ങിയിട്ടും അദ്ദേഹത്തിന് കിടന്നുറങ്ങാനായില്ല. ഇവർക്ക് വേണ്ടി എന്തു ചെയ്യാനാകും? ഇവരെ എങ്ങനെ പുനരുദ്ധീകരിക്കാനാകും? ആ ചിന്ത ഉറക്കമയാളുടെ നിദ്രകളിൽ നിന്ന് മാറ്റി നിർത്തി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടായിരുന്നു. തനിക്ക് ആകെയുള്ളത് ഏതാനും ചെറിയ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളെല്ലാം വിൽക്കുക, മുറിയിലുള്ള മരസാമാനങ്ങൾ എല്ലാം വിൽക്കുക, എന്നിട്ട് അതെല്ലാം പാവപ്പെട്ടവന് വേണ്ടി കൊടുക്കുക. അവൻ്റെ ചിന്ത ചിലർക്ക് ഭ്രാന്തമായി തോന്നി. എന്നാൽ അവൻ്റെ അധ്യാപകരും അവൻ്റെ കൂട്ടുകാരും അങ്ങനെ അവനോടൊപ്പം കൂടി. അങ്ങനെ അവരും തങ്ങളുടെ പുസ്തകങ്ങളും അവർക്കുണ്ടായതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വാങ്ങി ആഴ്ചയിലൊരിക്കൽ കൊടുക്കാൻ തുടങ്ങി. ആ മഞ്ഞുകാലം കഴിയുന്നതുവരെ അനേകായിരങ്ങളുടെ ജീവൻ രക്ഷിച്ച ഈ യുവാവിൻ്റെ പ്രവൃത്തി പലർക്കും പ്രചോദനമായി മാറി. ആ യുവാവാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന, ധ്യാനിക്കാൻ പോകുന്ന ഡൊമിനിക് എന്ന വലിയ വിശുദ്ധൻ. ഈ വിശുദ്ധൻ കത്തോലിക്ക സഭയിൽ വലിയ മാറ്റങ്ങൾ നൽകിയ, സ്വർണ്ണനാവുള്ളവൻ എന്ന പേര് അപരനാമത്തോടു കൂടിയ വലിയ ഒരു വാഗ്മിയായിട്ട് നമുക്ക് അറിയപ്പെടുന്നു. ഇനി നമ്മുടെ ചിന്ത സ്പെയിനിൻ്റെ മറ്റൊരു ഭാഗത്ത് ഉള്ള ഓസ്മ എന്ന് പറയുന്ന നഗരമാണ്. ഓസ്മ എന്ന് പറയുന്ന ഈ നഗരത്തിൽ വലിയ കത്തീഡ്രൽ പള്ളിയും അതിനോട് ചേർന്നുള്ള വലിയ ഹോസ്പിറ്റൽ, സ്കൂൾ സമുച്ചയം എന്നിങ്ങനെ വലിയ കെട്ടിടങ്ങൾ. അതിൽ ഒരു ബിഷപ്പിനെ നാം കാണുന്നു. ആ ബിഷപ്പ് വലിയ തടിമാടനായ ഒരു ബിഷപ്പാണ്. അദ്ദേഹം ഈ വലിയ വയറും എന്തിക്കൊണ്ട് അദ്ദേഹം നടന്നു വരുന്നത് തന്നെ കാണികളിൽ ഒരു സന്തോഷകരമായ കാഴ്ചയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൊഴുത്ത പന്നിയെപ്പോലുള്ള ഒരു വലിയ പട്ടി അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഈ ബിഷപ്പ് പട്ടിയോടെന്ന പോലെ പട്ടിയോട് അദ്ദേഹം സംസാരിക്കുകയാണ്. മറ്റാരോടും സംസാരിക്കാനില്ലാത്ത രസികനായ ഈ പിതാവ് പട്ടിയോടൊരു സുഹൃത്തിനെ പോലെ സംസാരിക്കുകയാണ്. മോസസ് എന്നാണ് ഈ പട്ടിയുടെ പേര്. മോസസ്, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? പട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും അത് സ്നേഹത്തോടെ വാലാട്ടുന്നു. ബിഷപ്പ് തുടർന്ന് പറഞ്ഞു, മോസസ്, ഈ കത്തീഡ്രൽ പള്ളിയിലെയും അതുപോലെ തന്നെ സ്കൂളിലെയും എല്ലാ പുരോഹിതന്മാരും എന്നെപ്പോലെ പ്രായമായി കഴിഞ്ഞു. ഇതെല്ലാം ഇനി ആരാണ് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക? ആരാണ് ഇനി സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് അവശേഷിച്ചിരിക്കുന്നത്? മോസസ്, നീ പറ, ഞാൻ എന്തു ചെയ്യണം? പട്ടിക്ക് ഒന്നും അറിയില്ല. അത് യജമാനൻ്റെ മുഖത്ത് നോക്കി വാലാട്ടിക്കൊണ്ടിരുന്നു. അത് കണ്ടു നിൽക്കവേ ഈ പിതാവ് പട്ടിയെ നോക്കി ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോസസ്, നീ മിടുക്കനാണ്. കാരണം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. നീ യജമാനൻ്റെ മുഖത്ത് സ്നേഹത്തോടു കൂടി നോക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കണമെന്നല്ലേ നീ ഈ പ്രവൃത്തിയിലൂടെ നീ എനിക്ക് കാണിച്ചു തന്നത്. തീർച്ചയായും ഇന്ന് ഞാൻ നിനക്ക് കൂടുതൽ ഇറച്ചി നൽകും. വലിയൊരു കഷ്ണം ഇറച്ചി നൽകി നിന്നെ ഞാൻ സന്തോഷിപ്പിക്കും. അപ്പോഴേക്കും മുറിയുടെ മൂലയിൽ ഒരു ചുണ്ടലിയുടെ അനക്കം കേട്ട് പട്ടി അങ്ങോട്ട് പോയി. എന്തായാലും അന്ന് വൈകുന്നേരം വലിയ ഒരു ഇറച്ചിക്കഷ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പട്ടിയുടെ വലിയ കണ്ണുകൾ ഒന്നുകൂടി തിളക്കമുള്ളതായി കാണണം. അദ്ദേഹം ആ സഭയെ മുന്നോട്ട് പോകുവാൻ, രൂപതയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തീഷ്ണതയുള്ള ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പിതാവിൻ്റെ കൂടെ ഒരു പുരോഹിതനും കൂടി താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദിയാഹോ എന്നാണ്. അദ്ദേഹം ഒരു പുരോഹിതനാണ്. കുറച്ച് നാളുകളായി അദ്ദേഹം ഈ രൂപതയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്.
ആ ദിവസങ്ങളിൽ അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറയാൻ നല്ലൊരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത ഇപ്രകാരമാണ്: താനൊരു യുവാവിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ആ യുവാവ് വളരെ തീഷ്ണതയുള്ള, പ്രാർത്ഥിക്കുന്ന, ദൈവിക കാര്യങ്ങളിൽ വളരെയേറെ തീഷ്ണത പുലർത്തുന്ന ഒരു യുവാവാണ്. അവനെ ഒരു വൈദികനാക്കിയാൽ അവൻ സഭയെ നയിക്കുവാൻ പ്രാപ്തിയുള്ള, തീഷ്ണതയുള്ള ഒരു വൈദികനായി മാറും. എല്ലാം കേട്ടറിഞ്ഞ ഈ പിതാവ് ആ യുവാവിന് ഒരു കത്തെഴുതി. ആ യുവാവ് മറ്റാരുമായിരുന്നില്ല, നാം നേരത്തെ സൂചിപ്പിച്ച സംഭവത്തിലെ നായകനായ ഡൊമിനിക് എന്ന യുവാവാണ്. ആ യുവാവിന് അദ്ദേഹം ഒരു കത്തെഴുതി സീല് ചെയ്ത് അത് അദ്ദേഹത്തിനായി അദ്ദേഹം അയച്ചു. ഈ കത്ത് കിട്ടിയ ഡൊമിനിക്കിന് വളരെയേറെ സന്തോഷമായി. ഡൊമിനിക് എത്രയും വേഗം ഓസ്മ എന്ന നഗരത്തിലെത്തി പിതാവിൻ്റെ കൂടെ കൂടി. പിതാവ് അവനെ നിരന്തരം അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ സ്വഭാവങ്ങളെല്ലാം മനസ്സിലാക്കുകയും അവൻ യോഗ്യനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവന് വൈദിക പട്ടം നൽകി അവനെ വൈദിക ഗണത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. അവൻ്റെ ശാന്തസുന്ദരമായ, അവൻ്റെ വളരെയേറെ തീഷ്ണത നിറഞ്ഞ പ്രസംഗങ്ങൾ എല്ലാവരെയും ആകർഷിക്കുവാൻ സാധിക്കുന്ന ഒന്നായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ആ ദേവാലയം അവൻ്റെ പ്രസംഗം കേൾക്കാൻ ദൂരദേശത്തു നിന്ന് പോലും വന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞു. ദൂരദേശത്തേക്ക് പോയി വചനം പറയുന്നതിന്, പ്രസംഗിക്കുന്നതിന് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു ഡൊമിനിക്കിന്. എങ്കിലും പിതാവ് അത് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ കത്തീഡ്രൽ പള്ളിയിൽ നിരന്തരം അവൻ്റെ ജീവിതം പ്രസംഗങ്ങളാൽ, വളരെയേറെ ഉത്ബോധനമായ പഠനങ്ങളാൽ അവൻ ജനത്തിനു വേണ്ടി നയിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ ഈ പിതാവ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. പിതാവിൻ്റെ വിയോഗം അവനെ വളരെയേറെ വിഷമിപ്പിച്ചു. അതിനുശേഷം ദിയാഗോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുരോഹിതൻ അദ്ദേഹത്തെ ബിഷപ്പായി സഭ ഉയർത്തി. അങ്ങനെ വീണ്ടും ശാന്തസുന്ദരമായി ഒഴുകുന്ന ജീവിതം. ഒരു മഞ്ഞുകാലത്ത് ഈ ശാന്തസുന്ദരമായ ജീവിതം നയിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവരുടെ കാതുകളിൽ ഒരു കുതിരയുടെ കുളമ്പടിയെത്തി. അത് രാജാവിൽ നിന്നുള്ള സന്ദേശമായിരുന്നു. രാജാവിൽ നിന്നുള്ള സന്ദേശം ഇതാണ്: അതായത് ദിയാഗോ എന്ന ഈ മെത്രാൻ എത്രയും വേഗം സ്പെയിനിൽ നിന്ന് ഡെൻമാർക്കിലേക്ക് പോകണം. ഡെൻമാർക്കിലേക്ക് പോകണമെങ്കിൽ മാസങ്ങളെടുക്കും. ഫ്രാൻസിനെയും ജർമ്മനിയെയും കടന്നു വേണം ഡെൻമാർക്കിൽ എത്തിച്ചേരാൻ. ഡെൻമാർക്കിൽ പോകുന്നതിൻ്റെ കാരണം സ്പെയിനിലെ രാജകുമാരന് ഡെൻമാർക്കിലെ രാജകുമാരിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടിയിട്ടാണ് രാജാവ് ഇവിടെ നിന്ന് പിതാവിനെ അങ്ങോട്ടയക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇതെല്ലാം സർവ്വസാധാരണമാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ പിതാവിന് അവിടം വിട്ടു പോകാൻ താല്പര്യമില്ല. എന്നിരുന്നാലും രാജകൽപ്പനയാണ്, പോകാതിരിക്കാനാവില്ലല്ലോ. അദ്ദേഹം ഡൊമിനിക്കിനെ കൂടി വിളിച്ചു. ഡൊമിനിക്, നീ കൂടെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് വളരെയേറെ സന്തോഷകരമായിരിക്കും. ഓസ്മ എന്ന് പറയുന്ന ഈ നഗരം വിട്ടു പോകാൻ എനിക്ക് ആഗ്രഹമില്ല. അത് എന്നെ വളരെയേറെ ദുഃഖത്തിലാഴ്ത്തും. നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ആ ദുഃഖത്തിന് ഒരു ശമനമുണ്ടാകും. അങ്ങനെ ഡൊമിനിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ചെല്ലാം എന്ന് വാഗ്ദാനം നൽകി. പിറ്റേ ദിവസം അവർ യാത്ര ആരംഭിച്ചു. ഏതാണ്ട് 30ഓളം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു യാത്രാസംഘം. വളരെ അലങ്കരിച്ച കുതിരവണ്ടിയിൽ, രഥത്തിൽ കയറിയുള്ള ഈ യാത്ര. എല്ലാവരും അവരെ ആദരിച്ചുകൊണ്ട് ആ രഥമങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് സ്പെയിൻ കടന്ന് അത് ഫ്രാൻസിലെത്തി. ഫ്രാൻസിൽ എന്തോ ഒരു കുറവുള്ളതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. അവരുടെ ചുവന്ന കൊടിയിൽ നാട്ടിയിരിക്കുന്ന കുരിശിനെ ആളുകൾ പുച്ഛത്തോടു കൂടി നോക്കുന്നു. ആളുകൾക്ക് അവരെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലായത്. കാരണം ഫ്രാൻസിൽ ക്രിസ്തു വിശ്വാസത്തിനെതിരായൊരു പാഷണ്ഡത നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുവാനോ അവൻ്റെ കുരിശുമരണത്തിന് ഉൾക്കൊള്ളുവാനോ സാധിക്കാത്ത വിധം പുതിയ
ഒരു സമൂഹം അവിടെ ഉൾച്ചേർന്നിരിക്കുന്നു, കടന്നു വന്നിരിക്കുന്നു. ഈ പാഷണ്ഡതയിൽപ്പെട്ട് എല്ലാ ജനങ്ങളും അതിൽ ആകൃഷ്ടരായി കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ചിരിക്കുന്നു. അന്ന് രാത്രിയിൽ അവർ ഒരു സത്രത്തിൽ അഭയം തേടി. അവിടെയുള്ള ഒരു യുവാവ്, ഈ സത്രത്തിൻ്റെ സൂക്ഷിപ്പുകാരനായ യുവാവ് ഏകദേശം ഡൊമിനിക്കിൻ്റെ പ്രായം വരും. ആ രാത്രിയിൽ മുഴുവൻ അവനോട് സംസാരിച്ചു. ആദ്യമെല്ലാം അവൻ തൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഡൊമിനിക്കിനോട് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ എതിരായിട്ടുള്ള എല്ലാ വാദങ്ങളും അവൻ നിരത്തിവെച്ചു. ഈ സത്യവിശ്വാസത്തിന് നേരെ എതിരായിട്ട് കടന്നു വന്നിരിക്കുന്ന ഈ പുതിയ വിശ്വാസത്തിൻ്റെ ഒരു നേതാവ് കൂടിയാണ് ഈ യുവാവ് എന്ന് ഡൊമിനിക്കിന് മനസ്സിലായി. ക്രമേണ ഈ യുവാവിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തതിന് ശേഷം ഡൊമിനിക്ക് അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഡൊമിനിക്കിൻ്റെ സംസാരം അവൻ വളരെയേറെ ശ്രദ്ധയോട് കേട്ടു നിന്നു. നേരം പുലരുന്നത് വരെ അവനോട് സംസാരിച്ചു. നേരം പുലർന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ തൻ്റെ പഴഞ്ചൻ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ സത്യവിശ്വാസത്തിനെതിരായിട്ടുള്ള പാഷണ്ഡതകളെല്ലാം അവൻ ഉപേക്ഷിച്ച് കഴിഞ്ഞിരുന്നു. അവൻ ആശീർവാദം കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഡൊമിനിക്ക് അവനോട് പറഞ്ഞു, സഹോദര, സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന നിനക്ക് വളരെയേറെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും നീ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് അവൻ കടന്നുപോയത്. അവർ ഡെൻമാർക്കിലെത്തി കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കി. അടുത്ത വർഷം കല്യാണം എന്നുള്ള ചിന്താഗതി, ഡിസംബറിൽ ആകുമ്പോഴേക്കും കല്യാണം എന്ന തീരുമാനങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് അവർ തിരികെ എത്തി. എന്നാൽ തിരികെ എത്തി അധികം നാൾ അവിടെ നിൽക്കുന്നതിന് മുൻപ് തന്നെ വീണ്ടും രാജകൽപ്പന വന്നു. എത്രയും വേഗം ഈ രാജകുമാരിയെ ഡെൻമാർക്കിൽ നിന്ന് സ്പെയിനിലേക്ക് കൊണ്ടുവരികാനുള്ള ദൗത്യമാണ് ഈ തവണ പിതാവിന് നൽകപ്പെട്ടിരിക്കുന്നത്, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പിതാവ് ഈ തവണയും ഡൊമിനിക്കിനോടൊത്ത് യാത്രയായി. അവരുടെ യാത്ര ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. അവർ ഫ്രാൻസിലെത്തി. ഫ്രാൻസിലെത്തിക്കഴിഞ്ഞപ്പോൾ സങ്കടകരമായ ഒരു വാർത്ത അവരെ തേടിയെത്തി. സ്പെയിനിൻ്റെ രാജപുത്രൻ ആരുമായിട്ടാണോ ഈ വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നത്, അയാൾ മരിച്ചുപോയി എന്ന വിവരമാണ് അവർക്ക് അറിയാൻ കഴിഞ്ഞത്. ഫ്രാൻസിൽ നിന്ന് എത്രയും വേഗം തിരിച്ച് സ്പെയിനിലേക്ക് വരണം. പക്ഷേ ഫ്രാൻസിൽ നിന്ന് കടന്നു വരാൻ സാധിക്കാത്ത വിധം അവരുടെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അവരെ ഫ്രാൻസിൽ നിന്നും വിട്ടില്ല. അങ്ങനെ ഫ്രാൻസിൽ എല്ലാം ഒന്ന് നടക്കുവാനായും അവിടെയുള്ള സ്ഥലങ്ങളൊന്ന് സന്ദർശിക്കുവാനായും അവർ ആഗ്രഹിച്ചു. അവിടെ ഒരു വലിയ സന്യാസ സമൂഹമുണ്ട്. ആ സന്യാസ സമൂഹത്തിനെ ഒന്ന് കാണണം എന്ന ചിന്തയോടുകൂടി അവർ സന്യാസ സമൂഹത്തിലെത്തിയെങ്കിലും പിറ്റേ ദിവസമാണ് കാണാൻ സാധിച്ചത്. പിറ്റേ ദിവസം സന്യാസികളെ കണ്ടുമുട്ടി അവരോട് സംസാരിച്ചപ്പോൾ ആശ്രമത്തിൻ്റെ അധിപൻ ഇപ്പോൾ ഫ്രാൻസിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക്, അതായത് ദൈവവിശ്വാസം ഉപേക്ഷിച്ച ആളുകൾ പാഷണ്ഡതയിലേക്ക് പോകുന്ന ഈ പ്രവണതയ്ക്കെതിരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്നതിനൊരു വലിയ മീറ്റിംഗ് കൂടാൻ പോയിരിക്കുകയാണ് എന്ന ഒരു സത്യം, എന്ന കാര്യം മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിച്ചു. ആ മീറ്റിങ്ങിൽ പങ്കെടുത്താൽ കൊള്ളാമെന്ന് ഇവർക്കും തോന്നി. അങ്ങനെ അവർ നടന്ന് ആ വിശാലമായ ഹോളിലെത്തി. അവർ ഹോളിലെത്തുമ്പോഴേക്കും അവിടെ വലിയ മീറ്റിങ്ങിൻ്റെ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെ പ്രസംഗമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. പ്രസംഗം ഒരു തണുപ്പൻ പ്രസംഗമായിരുന്നു. വിവരണമനുസരിച്ച് ആരും തന്നെ വലിയ കാര്യമായിട്ടത് ശ്രദ്ധിക്കുന്നില്ല. ചിലരെല്ലാം ഉറങ്ങുന്നു. എന്തോ ഒരു തണുപ്പൻ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് അവരുടെ ജീവിതത്തിൽ ആഹ്വാനമുണ്ടായിരുന്നത്. അതിനുശേഷം ആശ്രമാധിപൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ സ്പെയിനിൻ്റെ പിതാവ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം ഉണർത്തിക്കുവാനുണ്ട്. അങ്ങ് സ്പെയിനിൻ്റെ പിതാവാണ് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ആ പിതാവ് പറഞ്ഞു, സഭ ഇനിയും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ, സഭയ്ക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊപ്പം ജീവിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ സഭയിലെ എല്ലാ വ്യക്തികളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതിനാൽ നിഷ്പാതുകരായി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി ജീവിക്കുകയാണ് നമുക്ക് ആവശ്യം.
അത് കേട്ട് മറ്റുള്ളവരെല്ലാം ആ പിതാവിനെ കളിയാക്കിക്കൊണ്ട് ഉറക്കെ ചിരിക്കുന്നത് കേൾക്കാമായിരുന്നു. ഇത്രയും സമ്പന്നമായ, ഇത്രയും അനുഗ്രഹദായകമായിട്ടുള്ള സഭയിലെ ഇടയന്മാർ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയോ അസാധ്യമെന്ന് അവരിൽ ചിലർ വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. എന്നാൽ ഇതിനെ വളരെയേറെ ഗൗരവത്തോടെ എടുത്ത ആശ്രമശ്രേഷ്ഠൻ പറഞ്ഞു, അതിന് ആര് തയ്യാറാകും? അപ്പോൾ ആ പിതാവ് പറഞ്ഞു, ഞാനതിന് തയ്യാറാണ്, പക്ഷെ ആരെങ്കിലും അങ്ങയുടെ കൂടെ ഉണ്ടാകുമോ? അയാൾ പറഞ്ഞു, തീർച്ചയായും ഡൊമിനിക് എന്ന് പറയുന്ന ഒരു യുവാവായ വൈദികൻ എൻ്റെ കൂടെയുണ്ട്, അദ്ദേഹം എൻ്റെ കൂടെ കൂടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡൊമിനിക് ഉടനെ എഴുന്നേറ്റ് നിന്ന് തൻ്റെ സമ്മതം അറിയിച്ചു. ഇനിയും ആരെങ്കിലും ഇതുപോലെ ജീവിക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് ഏതാനും പേർ, വളരെ ചുരുക്കം പേർ കരങ്ങൾ ഉയർത്തി. അങ്ങനെ അവർ അവിടെ ഒരു പുതിയ ജീവിതം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊത്ത് ഒന്നായി ജീവിക്കാനുള്ള ആകാംക്ഷയുമായിട്ട്, തീഷ്ണതയുമായിട്ട് ഒരു ചെറിയ സമൂഹം ജീവിക്കാൻ തുടങ്ങി. അവരുടെ ആദ്യ ദിവസങ്ങൾ വളരെ അനുഗ്രഹദായകമായിരുന്നു. എന്നാലും ആളുകൾ തങ്ങളുടെ പ്രസംഗം ശ്രദ്ധിക്കുന്നില്ല, ആളുകൾ സത്യവിശ്വാസത്തിലേക്ക് തിരികെ വരുന്നില്ല എന്ന് മനസ്സിലാക്കി ഡൊമിനിക് കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചിലവഴിച്ചു. ഒരു ദിവസം താഴെയുള്ള വനാന്തരങ്ങളിലേക്ക് നോക്കി അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുകളിൽ നിന്നൊരു തീ ഇറങ്ങി വരുന്നത് പോലെ തോന്നി. ആ തീ വളരെ ശാന്തമായി, ആരെയും ആകർഷിക്കാതെ, ആരെയും ഭയപ്പെടാതെ, അത് വളരെ ശാന്തമായി ദേവാലയത്തിൻ്റെ മുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് ലയിച്ചു തീരുന്നതായി അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ 2-3 ആവർത്തി അദ്ദേഹം ഇതേ ദർശനം തന്നെ കാണാൻ ഇടയായി. അത് അദ്ദേഹത്തിനൊരു വലിയ പ്രചോദനം നൽകി. താൻ ആ ദേവാലയത്തിൻ്റെ അടുത്തുള്ള തകർന്നു കിടക്കുന്ന കുടിലുകൾ സ്വന്തമാക്കി അവിടെ പ്രാർത്ഥനാപരമായ ജീവിതം നയിക്കണമെന്നാണ് ഇത് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അദ്ദേഹം പ്രോയില്ല എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ആ ദേവാലയത്തിനടുത്ത് തകർന്നു കിടക്കുന്ന 2 കെട്ടിടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കി. അതിലൊന്നിൽ അദ്ദേഹവും മറ്റുള്ളവരും, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രസംഗിച്ച് നടക്കുന്നവരും താമസിച്ചു. മറ്റൊന്ന് സ്ത്രീകൾക്കായി മാറ്റിവെച്ചു. ഈ സഹോദരന്മാർ പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കാരണം പ്രസംഗങ്ങൾ മാത്രമല്ല ജനത്തിന് മാറ്റം വരുത്തുന്നത്, തീക്ഷ്ണമായിട്ടുള്ള പ്രാർത്ഥനയാണ് എന്ന സത്യം രുചിച്ചറിഞ്ഞ അദ്ദേഹത്തിന് പ്രാർത്ഥന കൂടാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ലായിരുന്നു. ഫ്രാൻസിലെ മറ്റൊരു പിതാവ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഡൊമിനിക്, നിങ്ങളുടെ പ്രസംഗങ്ങളെല്ലാം വളരെയേറെ ശ്രദ്ധകരമായിട്ടുള്ള പ്രസംഗങ്ങളാണ്. അതൊരു പക്ഷേ ജനങ്ങളെ ഈ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഫാൾക്ക് എന്ന് പറയുന്ന രൂപതയിലെ പിതാവാണ് ഇപ്പോൾ ഡൊമിനിക്കിനോട് സംസാരിക്കുന്നത്. അതിനാൽ ഡൊമിനിക്, ഇവിടെ ടൂൾസ് എന്ന് പറയുന്ന സ്ഥലത്ത്, അത് ഈ ഫാൾക്ക് രൂപതയുടെ ഒരു സ്ഥലമാണ്. ടൂളസ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അങ്ങ് വന്ന് താമസിക്കണം. അവിടെ അങ്ങയുടെ പ്രസംഗങ്ങൾ കേട്ട് അങ്ങേക്ക് കെട്ടിടങ്ങൾ നൽകുവാനും അങ്ങേക്ക് കുറേയേറെ സംഭാവന നൽകുവാനും ഒരു യുവാവും കുറേ ആളുകളുമൊക്കെയുണ്ട്. അത് തൻ്റെ വ്രതത്തിന്, ദാരിദ്ര്യവ്രതത്തിനെതിരാണ് എന്ന് ഡൊമിനിക് അദ്ദേഹത്തോട് അറിയിച്ചു. പക്ഷേ പിതാവ് ഡൊമിനിക്കിനോട് പറഞ്ഞു, ഡൊമിനിക്, ഈ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് പ്രായമാകുമ്പോൾ വിശ്രമിക്കുവാനും അതുപോലെ തന്നെ പഠിക്കുവാനുമുള്ളൊരു സ്ഥലം, അത് എങ്ങനെയാണ് ദാരിദ്ര്യത്തിനെതിരാകുക? അങ്ങനെ പിന്നീട് പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി, പിതാവിൻ്റെ സ്നേഹകരമായിട്ടുള്ള വളരെയേറെ ആത്മീയമായിട്ടുള്ള ഉപദേശത്തിന് വഴങ്ങി അവിടെ ആ വലിയ കെട്ടിടം ഡൊമിനിക് അവിടെ ജീവിക്കാൻ തുടങ്ങി. കുറേയേറെ ആളുകളും കുറേയേറെ ചെറുപ്പക്കാരും ഇതോടൊപ്പം ഡൊമിനിക്കിനോടൊപ്പം താമസിച്ച് വചനങ്ങൾ പഠിക്കാനും അതുപോലെ തീഷ്ണതയോടെ ദൈവവചനം പ്രഘോഷിക്കാനും എല്ലാ ദിവസവും ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു തീഷ്ണമതിയായിട്ടുള്ള ഗ്രൂപ്പ് അങ്ങനെ രൂപപ്പെട്ടു. അങ്ങനെ 3-ാം ലാറ്ററൻ കൗൺസിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഫാൾക്ക് രൂപതയുടെ പിതാവ് റോമിലേക്ക് ക്ഷണിച്ചു. അതിനിടയ്ക്ക് റോമിലേക്ക് പോകുന്നതിന് മുൻപ് ഈ കെട്ടിടത്തിൽ താമസിക്കാൻ മറ്റൊരു അതിഥി കൂടി വന്നു ചേർന്നു എന്ന ദുഃഖകരമായ വാർത്ത അദ്ദേഹത്തിനെ തേടിയെത്തി. ആ യുവാവ്
ഒരു മുടന്തനായ യുവാവാണ്. അദ്ദേഹത്തിന് വടിയുടെ സഹായമില്ലാതെ നടക്കാനാവില്ല. അയാൾക്ക് ജോലിയൊന്നും ചെയ്യാനാവില്ല. അയാളെ കൂടി ഇതിനകത്ത് ചേർക്കണം എന്നാണ് അഭ്യർത്ഥന. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആ യുവാവിനെ കാണാൻ അദ്ദേഹം ചെന്നു. ആ യുവാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെയേറെ ആശ്ചര്യം തോന്നി. ആ യുവാവ് മറ്റാരുമായിരുന്നില്ല, ഫ്രാൻസിൽ താൻ ആദ്യ സമയത്ത് വന്നപ്പോൾ കണ്ട സത്രത്തിലെ ആ യുവാവായിരുന്നു ഈ പറയുന്ന യുവാവ്. അദ്ദേഹം സ്നേഹത്തോടെ അവനോട് സംസാരിച്ചു. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞതുപോലെ ഞാൻ മാനസാന്തരത്തിലേക്ക് തിരികെ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ആ അവിശ്വാസ സംഘടനയിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിച്ചപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ മർദ്ദിക്കുകയും അങ്ങനെ എൻ്റെ സ്വാധീനം, കൈയുടെയും കാലിൻ്റെയും ഒക്കെ സ്വാധീനം തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഡൊമിനിക് പറഞ്ഞു, നീ എത്ര കാലം വേണമെങ്കിലും ഇവിടെ ജീവിച്ചു കൊള്ളുക. അവന് വളരെയേറെ സന്തോഷവും അത്ഭുതവും തോന്നി. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം പിതാവിനോടൊപ്പം അവർ റോമിലേക്ക് യാത്ര പുറപ്പെട്ടു. റോമിൽ ഇന്നസെൻ്റ് നാലാം മാർപ്പാപ്പയെ കണ്ട് താൻ ആരംഭിച്ചിരിക്കുന്ന ഈ സന്യാസ സമൂഹത്തിന് തൻ്റെ കൂടെയുള്ള ഈ സഹോദരന്മാർക്ക് ഒരുമിച്ച് ജീവിക്കാനും ദൈവവചന പ്രഘോഷണം നടത്താനുമുള്ള അനുവാദം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഡൊമിനിക്കിനെ കണ്ട പിതാവ് സ്നേഹപൂർവ്വം അവനെ സ്വീകരിച്ചിരുത്തി. പിതാവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നിൻ്റെ പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ധാരാളം സഭകളിപ്പോഴുള്ളതിനാൽ അത് എൻ്റെ മാത്രം തീരുമാനത്തിൽ വരുന്ന ഒന്നല്ല. മറ്റ് പിതാക്കന്മാരുടെയും അനുവാദവും ആശീർവാദവും ഇതിന് ആവശ്യമാണ്. എന്നിരുന്നാലും നീ പേടിക്കേണ്ട, നിനക്കത് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ പിതാവ് അവനെ യാത്രയാക്കി. എന്നിരുന്നാലും അദ്ദേഹം അധികം കാലം അവിടെ നിന്നില്ല. അദ്ദേഹം ടൂളസിലേക്ക് തിരികെ വന്നു. ടൂളസിൽ വെച്ച് അദ്ദേഹം തൻ്റെ ആരോഗ്യത്തെപ്പോലും പരിഗണിക്കാതെ എല്ലാ ദിവസവും കൂടുതൽ ദൈവീക തീഷ്ണതയോടെ പരിശുദ്ധ കന്യകാമാതാവിനോടുള്ള പ്രത്യേക ഭക്തിയെല്ലാം അദ്ദേഹത്തിലേക്ക് കടന്നു വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഓരോ പാഷണ്ഡതയെയും തകർത്ത് കളയുന്നതിന് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ കൃപ ആവശ്യമാണ്, സഹായവും മാധ്യസ്ഥ പ്രാർത്ഥനയും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഏകാന്തതയിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഈ നിയോഗങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയതാണത്രേ കൊന്ത എന്ന വിശ്വാസവും സഭ പുലർത്തുന്നു. അങ്ങനെ തൻ്റെ ആരോഗ്യം പോലും തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ അദ്ദേഹത്തിന് ആരോഗ്യം പെട്ടെന്ന് തന്നെ ക്ഷയിക്കുകയും അദ്ദേഹം തൻ്റെ ഇഹലോക ജീവിതം പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവൻ വെടിയുകയും ചെയ്തു. ഇന്ന് കത്തോലിക്ക സഭയിൽ സ്വർണ്ണ നാവുള്ളവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, സ്വർണ്ണ നാവുള്ള പുണ്യവാളൻ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ തീഷ്ണ നിറഞ്ഞ പാണ്ഡിത്യവും പ്രസംഗവുമാണ്. അപ്പോൾ വിശ്വാസം വെറും അന്തമായിരിക്കരുത്, അത് ആഴമായിട്ടുള്ള അറിവോടുകൂടി ആയിരിക്കണം എന്നുകൂടി പഠിപ്പിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധനെ കേൾക്കുന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടാൻ തീഷ്ണതയിൽ ദൈവിക കാര്യങ്ങൾ കുറേ കൂടി പഠിച്ച് തീഷ്ണതയുള്ളവരാകുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി വിശുദ്ധ ഡൊമിനിക്കിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഡൊമിനിക്കിനെ പോലെ സ്വർണ്ണനാവുള്ളവൻ ആകാൻ സാധിച്ചില്ലെങ്കിലും അറിവ് കൂടുതൽ ആത്മീയതയ്ക്ക് ഉപകരിക്കും എന്ന ചിന്തയോടെ ജീവിക്കാനുള്ള കൃപ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം നിങ്ങൾക്ക് നൽകട്ടെ.